everyone, welcome to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടെമ്പിൾ വിസിറ്റിന്റെ ആണ് കേട്ടോ. വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് യുഎസിലാണ്. അതും നമ്മുടെ ന്യൂജേഴ്സിയിൽ. ഈ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പക്ഷെ പോകാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ BAPS സ്വാമിനാരായൺ അക്ഷർധാം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്ട്ലി ലൈക്ക് റാബിൻസ്വില്ലിലാണ് കേട്ടോ. ഈ ടെമ്പിൾ ഏകദേശം 183 ഏക്കർ സ്ഥലത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വന്നപ്പം ശരിക്കും എനിക്ക് ഡൽഹിക്ക് പോയ ഒരു ഫീലായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കുത്തബ് മിനാറും താജ്മഹലും ഒരുമിച്ച് കണ്ട പോലത്തെ ഒരു ഫീല്. അത് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു നല്ല റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലായി നമ്മൾ കാണുന്നത് ശ്രീ സ്വാമിനാരായണൻ്റെ യോഗ പോസിലുള്ള ഒരു വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 49 ഫീറ്റ്സ് ആണ്, അതായത് 49 അടിയോളമാണ്. ഓരോ അടിയും റെപ്രസെൻ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെയാണ്. പിന്നീട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഫ്രണ്ടിൽ കാണുന്ന ഈ പോണ്ടാണ് കേട്ടോ. അതായത് ഈ പോണ്ടിൻ്റെ ഷേപ്പ് തന്നെ ഒരു 2 റെക്റ്റാങ്കിൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഷേപ്പിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ 4 ഭാഗത്തായി 4 വേദാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലാണ് സ്റ്റാച്യൂസും പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ടെമ്പിൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈസി ആയിട്ട് റിസർവേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ചെയ്തില്ല എന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അവിടെ എൻട്രൻസിലായിട്ട് കുറച്ച് ആളുകൾ ഒരു ബാർകോഡുമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിലൂടെ നമുക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ഫീയോ അല്ലെങ്കിൽ എൻട്രൻസ് ഫീയോ അങ്ങനെ ഒന്നുമില്ല. തികച്ചും ഫ്രീ ആണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത് വെൽക്കം സെൻറ്ററിലേട്ടാണ്. അതായത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു ദീപാവലിയോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു പഴയ കൊട്ടാരത്തിൻ്റെ ഒക്കെ ഫീലാണ് കേട്ടോ എനിക്കുണ്ടായത്. വളരെ മനോഹരമായിട്ടാണ് അത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിഥി ദേവോ ഭവ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓറിയൻറ്റേഷൻ തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അമ്പലത്തെക്കുറിച്ചുള്ള മുഴുവനും ഇൻഫർമേഷനും അവർ ഒരു 10 മിനിറ്റ് വീഡിയോ ആക്കി നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും. അടിപൊളിയായിരുന്നു അത്. അക്ഷർധാം മഹാമന്ദിറിന് മുന്നിലായി കാണുന്നത് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ആണ് കേട്ടോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിനുള്ളത്. 4 ശംഖുകളിൽ നിന്ന് വെള്ളം വീഴുകയാണ്. ഒരു 2 പാദത്തിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ആ പാദത്തിന് ഒരു റോസ് ഗോൾഡ് സിൽവറിഷ് കളറാണുള്ളത്. എല്ലാവരും അവിടേക്ക് കോയിനൊക്കെ എറിയുന്നുണ്ടായിരുന്നു. എന്താണ് റീസൺ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായി കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 183 ഏക്കർ സ്ഥലത്താണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 191 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അധികം നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഈ ശില്പങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് 10,000-ഓളം ശില്പങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഓരോ ശില്പവും നിർമ്മിച്ചിരിക്കുന്നത് ഹാൻഡ് കാർവ്ഡ് ആയിട്ടാണ് താനും. ഇതിൽ തന്നെ 151ഓളം സ്റ്റാച്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റേതാണ്. അതോടൊപ്പം തന്നെ 108ഓളം ഭരതനാട്യം പോസുകളുടെ സ്റ്റാച്യൂസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റാച്യൂസ് എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടർക്കിഷ് ലൈം സ്റ്റോണും ഇറ്റാലിയൻ മാർബിൾസും അതുപോലെ തന്നെ ഇന്ത്യൻ പിങ്ക് സ്റ്റോണുമാണ്. അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാവുന്നവർ ഇതിൻ്റെ താഴെയായിട്ട് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് ലിങ്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ക്ഷേത്രത്തിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ ടേപ്പ് ചെയ്യാൻ സാധിക്കില്ല. അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഉള്ളിലെ ഒരു പിക്ചേഴ്സ് പോലും ഇല്ല കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ വിശ്വാസങ്ങളെയും ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിലും പ്രൈവറ്റ് പ്ലേസിലാണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ പാലിക്കുവാനായിട്ട് ശ്രമിക്കുക.
എൻ്റെ വക ഒരു പീസ് ഓഫ് അഡ്വൈസ് ആയിരുന്നു കേട്ടോ അത്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ദാറ്റ് വേ. ടെമ്പിളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പോകുന്നത് അക്ഷർധാം ഷോപ്പിംഗ് സെൻറ്ററിലോട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ട് റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് സെൻറ്ററിൽ മോസ്റ്റ്ലി ഹിന്ദുമത ആചാരപ്രകാരമുള്ള ബുക്സ് ഒക്കെയാണ് ഉള്ളത്. എന്നിരുന്നാൽ കൂടെ അവിടെ എനിക്ക് വേണ്ടുന്ന 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മേടിച്ചായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ അവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ അടിപൊളി വടയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ എക്സിറ്റ് ഔട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ടൈം ഫോൾ ആണ് എന്നാണ് കേട്ടോ. കാരണം സമ്മർ ടൈമിൽ വിസിറ്റ് ചെയ്തിട്ട് റയൻ ഒത്തിരി ടയേർഡായി, ഞങ്ങളെല്ലാവരും ടയേർഡായി കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. എന്നിരുന്നാൽ കൂടെയും റയൻ ആ യോഗ പോസ് ചെയ്ത് നോക്കാനായിട്ടും മറന്നില്ല കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടുതൽ കമൻസ് ആയിട്ടും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഇംപ്രൂവ് ചെയ്യാനും ഉള്ള അഡ്വൈസസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.